ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് ഇന്നലെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 30 മിനിറ്റിലാണ് ഈ ബൈ കിട്ടിയത്. ഓക്കെ, ഈ ഒരു സോണിൽ നിന്ന് ഇത് SMCയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയും, MSNRൽ ഒരു EG സോൺ എന്നൊക്കെ പറയും. ഓക്കെ, എൻഗൾഫിംഗ് സോൺ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സോണിൽ നിന്നാണ് നമുക്ക് ബൈ കിട്ടിയത്. അപ്പൊ ഈ ബൈ കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ എന്റെ ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് കൂടെ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് 4 അവറിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു സോണിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇവിടെ ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, മൂന്നാമത്തെ ടച്ചിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പൊ 4 അവറിൽ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ? 4 അവറിൽ വന്ന അതേ ആ ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലേക്ക് പുഷായി. പക്ഷെ എന്റെ എൻട്രി ഒരു 30 മിനിറ്റിലായിരുന്നു. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ സോൺ. ഓക്കെ, ഞാൻ എൻട്രി എടുത്ത ഏരിയ ഈ ട്രെൻഡ് ലൈനിന്റെ ഏരിയയിൽ നിന്നാണ് ഞാൻ എൻട്രി എടുത്തത്. ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിന് പകരം ഞാൻ ഈ ട്രെൻഡ് ലൈനിലേക്ക് ടാപ്പ് ചെയ്തപ്പോഴാണ് എൻട്രി പ്ലേസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത്രയും സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ഇതിന്റെ താഴെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നതിന് പകരം ഒരു ബ്രീത്തിങ് സ്പേസ് ഇട്ടിട്ട് കുറച്ചുകൂടെ ഒരു താഴെ ഏകദേശം ഒരു ഈ ഒരു ലെവലിലൊക്കെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പല ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലും ട്രേഡ് ചെയ്യുന്നവരാണ്. ചില സമയത്ത് സ്പ്രെഡ് ഉള്ളത് കൊണ്ട് ഈ എൻട്രി സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു ബ്രീത്തിങ് സ്പേസ് ഇട്ടിട്ട് എൻട്രി എടുക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു ബൈ എടുത്തതിന് ശേഷം, ഓക്കെ, ഈ ഒരു ബൈ എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു സോണിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സെല്ല് പ്ലാൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സോണിൽ നിന്ന് ഞാൻ സെല്ലായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. ഇവിടുന്ന് ബൈ പോയി ഈ ഒരു സോണിൽ ടച്ച് ചെയ്തിട്ട് ഈ റെഡ് ലൈൻ കണ്ടോ, അതാണ് ട്രെൻഡ് ലൈൻ. ഇവിടെ നിന്ന് ഞാൻ സെല്ലായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ ഒരു സോണിൽ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാൻ എന്റെ ബൈ പൊസിഷൻ എക്സിറ്റ് ആവുകയും സെൽ പൊസിഷൻ ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ അവിടെ ഒരു സെൽ പൊസിഷൻ ഇടുകയും ചെയ്തു. ഞാൻ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തത് ഇവിടെ നിന്നാണ് ഞാൻ എൻട്രി എടുത്തത്. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്, ഈ ഒരു സ്വിംഗ് ഹൈയുടെ മുകളിലാണ്. ഓക്കെ, എന്ത് സംഭവിച്ചു? എന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇപ്പൊ നമ്മള് SNR ആണ് ചെയ്യുന്നത്. ഇത്രയും നേരം ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയം വരെ ഇത് നമുക്ക് റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഇവിടെ നിന്ന് സെല്ലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. അതാണല്ലോ SNR. സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട്. അങ്ങനെയുള്ള രീതിയിലാണല്ലോ SNR വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തു, ദാറ്റ് മീൻസ് എന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചു. അതിനുശേഷം മാർക്കറ്റ് ഇതേ സോണിലേക്ക് തന്നെ റീടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കി. കണ്ടോ, ഇവിടെ ഈ സോണിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഒരു ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ടും ഉണ്ട്. 1 അവറിൽ ഒരു ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ അഗെയിൻ റീടെസ്റ്റ് വന്ന സമയത്ത് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എൻട്രി എടുത്തു. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി എടുത്തു. ഓക്കെ, മാർക്കറ്റ് അതിനുശേഷം പോയത് കണ്ടോ, അറൌണ്ട് 700 പിപ്സിന്റെ മൂവ് ആണ് ഇത് തന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നിന്ന് എൻട്രി എടുത്ത് റീടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ സോണിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് തന്നു. അതിനുശേഷം അതേ സോണിലേക്ക് റീടെസ്റ്റ് തന്നപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എൻട്രി എടുത്തു. ഈ ഒരു എൻട്രി എനിക്ക് തന്നത് 700 പിപ്സിന്റെ മൂവ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പുകൾ. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ കാണാൻ പറ്റുന്നോ അത്രയും സിമ്പിൾ ആക്കിയിട്ട് ട്രേഡിങ്ങിനെ കാണുക. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. കാരണം കോംപ്ലിക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എടുക്കുന്ന എൻട്രീസും നമ്മുടെ ഇമോഷൻസിൽ കുറെ ഡിഫറൻസ് വരും. അങ്ങനെ പല പല പ്രശ്നങ്ങളും വരും. അപ്പോൾ ഏറ്റവും മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. ബൈ.